കിട്ടണിയേ ഓ കള്ളനാണെങ്കിലും ഇച്ചിരി കഞ്ഞി എടുത്തോളാം. ഞാൻ കൊണ്ടുവരത്തില്ല. അതെന്താ? എന്നിട്ട് വേണം കള്ളന് കഞ്ഞി വെച്ചെന്ന പേര് എനിക്ക് വരാൻ. ശുംഭൻ വിഷമിക്കണ്ടാട്ടോ. അവ അങ്ങനെ പലതും പറയും. അല്ല ഉണ്ണിക്കുട്ടന്റെ വേലി കെട്ട് കഴിഞ്ഞായിരുന്നു? പിന്നെ വേലിയൊക്കെ മാറ്റി ഞാനിവിടെ വല്ല കിടിലും മതിൽ കെട്ടി കഴിഞ്ഞു. അതല്ല മുത്തശ്ശി ചോദിച്ചതേ, മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നോ? കല്യാണം കഴിഞ്ഞ് 7 മക്കളും ഉണ്ട്. ഇപ്പൊ 8ാമത്തതാണ്. ഇതൊക്കെ നിർത്തിക്കൂടെ? ഇത് എന്നാ മുത്തശ്ശി അവള് എന്നോട് പറയണത്? എന്ത്? ഇതൊക്കെ അങ്ങ് നിർത്തിക്കൂടെ? ശുംഭൻ അതല്ല പറഞ്ഞത്, മോഷിക്കാൻ പോണാണ്ട് നിർത്തിക്കൂടെയെന്ന്. മുത്തശ്ശി ഉണ്ണിക്കുട്ടൻ മൂട്ടിക്കാൻ തുടങ്ങി ഇന്നൊന്നുമല്ല, 5ാമത്തെ വയസ്സിൽ മൂട്ടിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. അറിയാവോ? അത് പൊന്നും പണ്ടും മണമൊന്നും അല്ല, വിശപ്പകറ്റാൻ വേണ്ടി ഒരു കഷ്ണം ബണ്ണ്. ഈ ബണ്ണും എടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾക്കിടയിൽ ഓടിക്കുന്നോടുമ്പോ എന്റെ കാലിന് തെറ്റി ഞാൻ അറിയാതെ വീണു. ആ ബണ്ണും വീണു. ഒരു മഹാമനുഷ്യൻ ആ ബണ്ണ് വന്നെടുത്തിട്ട് ആ പൊടി തട്ടിയിട്ട് പറഞ്ഞു, അത് എന്നോട് പറഞ്ഞ ഡയലോഗ് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി? KGF ഞങ്ങളും കണ്ടതാണേ. അസലായിട്ട് സിനിമ ഡയലോഗ് പറയുന്നുണ്ടല്ലോ. ഈ സിനിമയായിട്ട് വല്ല ബന്ധമൊക്കെ ഉണ്ടോ? സിനിമയായിട്ട് എനിക്ക് തീർത്താത്ത ബന്ധമല്ലേ ഉള്ളൂ. എന്ത് ബന്ധം? ഇവരെല്ലാം സിനിമ കാണാൻ പോണ സമയത്താണ് ഞാൻ അവരുടെ വീട്ടിൽ കയറി മോട്ടിക്കണം. ഉണ്ണിക്കുട്ടാ, ഈ മോഷ്ടിക്കാൻ പോകുമ്പോഴേ കുതിരപ്പുറത്ത് പോകണ്ടെന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ എന്നെ ഒരു കല്യാണമല്ലേ വിളിച്ചേക്കണം. ഞാൻ ഇന്ത്യക്കാർ പോണല്ലോ കുതിരപ്പുറത്ത് പോകാൻ വേണ്ടി. എന്റെ പൊന്നു മുത്തച്ഛൻ ഞാൻ മോട്ടിക്കാൻ വേണ്ടി പോണതാ. ഈ മോട്ടിക്കാൻ പോകുമ്പോൾ ഒച്ച ഉണ്ടാക്കിട്ട് പോകാൻ ഞാൻ ആ വീട്ടുകാരല്ല, ആ നാട് മൊത്തം ഉണരൂലേ? അപ്പൊ നീ മോട്ടിക്കാൻ പറ്റുമോ? കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം. കക്കാൻ പഠിക്കാം, നിക്കാൻ പറ്റത്തില്ല. അതെന്താ? കാലം നിറച്ച ആണിയാ. മഴക്കാല വരുന്ന തുരുമ്പ് പിടിക്കാൻ സൂക്ഷിച്ചോ. ഞാനിത് പ്രൈമർ അടിച്ചൊക്കെ സൂക്ഷിച്ചോളാം. എന്ത് പറഞ്ഞാലും തോന്നിയോ കള്ളനുണ്ണിയേ, എനിക്ക് വേറൊരു സംശയം. കല്യാണം കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞതുമാണ് പിരിഞ്ഞതുമാണ്. എങ്ങനെ പിരിയാതിരിക്കും? ഇതിനു വേണ്ടി സംശയമല്ലേ ഉള്ളി കിടക്കണം. ഞാൻ പറയുന്നോന്ന് കേക്കുക. ഈ കായംകുളം കൊച്ചുണ്ണിയൊക്കെ ഈ മോട്ടിക്കാൻ പോകുമ്പോ ഈ ഉടുമ്പിനെ കൊണ്ടുപോലും എന്താ അതിന്റെ ശാസ്ത്രം? ഞാനും കൊണ്ട് എന്റെ ഉണ്ട് ഉടുമ്പ്. ആ ശാസ്ത്രം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ വലിയ വലിയ നിലയുടെ മേളിലാണല്ലോ മൂട്ടിക്കുന്നത്. ഞങ്ങൾ ഈ ഉടുമ്പിനെ കൊണ്ടുപോയിട്ട് ഉടുമ്പിനെ അങ്ങ് എടുത്തെറിയും. അപ്പൊ ഈ ഉടുമ്പ് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അതിന്റെ വാലെ പിടിച്ച് കയറി മോട്ടിക്കും. അതാണ് പതിവ്. അല്ല, ഉടുമ്പിനെ ഇപ്പൊ കണ്ടില്ലല്ലോ. അതെന്താ പറയാ മുത്തശ്ശി, കഴിഞ്ഞ ആഴ്ച അളിയനും പെങ്ങളും കൂടി വീട്ടിൽ വന്നായിരുന്നേ. അപ്പം അളിയൻ വന്നപ്പോൾ ഒരു ഫുള്ളും കൊണ്ടാ വന്നേ. അപ്പൊ ടെക്സിക്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ടെക്സിസ് മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ അളിയൻ ആ ഉടുമ്പിനെ വറുത്ത് കഴിച്ചെന്നേ. അല്ല പിന്നെ അപ്പൊ ഇപ്പൊ മോട്ടിക്കാൻ പോകുമ്പോ എന്താ ചെയ്യുന്നേ? ഉടുമ്പിന് പകരം അളിയനെ എടുത്ത് ഞാൻ ഭിത്തിയിലിറങ്ങിയിട്ട് അളിയന്റെ കാലെ പിടിച്ച് കയറിയിട്ടാണ് ഞാൻ മൂട്ടിക്കണത്. ഉണ്ണിക്കുട്ടാ, അല്ല നിങ്ങൾ പാരമ്പര്യമായിട്ട് മോഷണത്തിന്റെ ആൾക്കാരാണോ? അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കള്ളൻ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ആനപ്പാപ്പന്മാരാ. ആനപ്പാപ്പനാ. ഈ പാപ്പാന്റെ കാര്യം നമ്മുടെ പണ്ട് തൃപ്പൂണിത്തറ ഉത്സവത്തിന് എന്റെ അപ്പൂപ്പനാണ് ആനയെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആനയെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരു ആനയ്ക്ക് മതവിളക്കി. നമ്മൾ ഈ ഫേസ്ബുക്കിലേക്ക് കാണുന്ന പോലെ ആന ഇങ്ങനെ വീട് പൊളിച്ചും കട പൊളിച്ചും ഓട്ടോഷയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിങ്ങനെ വരുക. അപ്പൊ തന്നെ എന്റെ മുത്തശ്ശൻ അവിടെ വന്നിട്ട് മുണ്ടു മടക്കി കുത്തി മോഹൻലാലിനെ പോലെ എന്നിട്ട് പറഞ്ഞ്, എടാ കുട്ടിശേഖര അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ആന അവിടെ നിന്നോ? ആന അവിടെ നിന്നിട്ടാണ് മുത്തച്ഛനെ തുമ്പിക്കൊണ്ട് എടുത്തു ഒറ്റ ഏറെ. പിന്നെ വേറൊരു കാര്യം, മുത്തച്ഛൻ ചെന്ന് വീണത് KCBയുടെ ട്രാൻസ്ഫോമറില്ല. ഇപ്പൊ KCBക്കാർ അതിന്റെ ഉപചാര സ്മരണയായിട്ട് ഇപ്പോഴും അപ്പന്റെ ഫോട്ടോയും വെച്ച് അതിന്റെ അപ്പന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കള്ളത്തരം പറയാതിരിക്കാ. ഇങ്ങനെ ഇരിക്കണ അപായ അല്ല, എന്റെ അപ്പന്റെ പേര് ഷോർട്ട് എഴുതി വെച്ചേക്കണതാ. എന്താ അപ്പൂപ്പന്റെ പേര്? അപ്പുക്കുട്ടൻ പാളയം. കരിക്കാലം എന്നല്ലാണ്ട് എന്താ പറയാ? അതെന്തോ മുത്തശ്ശി? തളിർവെറ്റിലയാ. വെറ്റില ചെല്ലത്തില് മോനെ കേട്ടിട്ടില്ലേ? തളിർവെറ്റിലയുണ്ടോ വഴിവയ്ക്കിൽ വിൽക്കാൻ. ഈ തളിർവെറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിന് ഈ തുണ്ടൻ കഷ്ണം നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിക്കണം. നമ്മൾ മുറുക്കുണ്ടെന്നുള്ള വിവരം തലയ്ക്ക് അറിയിക്കണേ. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇച്ചിരി ചുണ്ണാമ്പൊക്കെ ഇങ്ങനെ പരട്ടി 2 കഷ്ണം അടക്കണോ വാഴയിട്ടിടോ നാളെ മടക്കിട്ടോ അങ്ങനെ ആക്കിയിട്ട് എനിക്ക് വേണം. കുഞ്ഞു വെച്ചോ. ചേട്ടനും പറ്റില്ല ചുണ്ണാമ്പതേക്കുവാണോ? ഓ ഒന്നുമില്ല, ഡയലോഗ് ഇല്ലാത്തോണ്ട് ഇവിടെ നിന്ന് പുഴുകുന്നോണ്ട് റീല് കണ്ടോണ്ടിരിക്കുക. അയ്യോ മുത്തശ്ശി വാ പൊള്ളുന്നു. അത് ആദ്യമായിട്ട് മുറിക്കേണ്ട. ഞാൻ ഇച്ചിരി വേഗം പോട്ടോ. തുണി ഇവിടെ കോടാന് കോടി സ്വത്ത് കൊള്ളണമെന്ന് എനിക്കറിയാം. ഇവിടെ നോക്കണോ, ഞാൻ ആ തള്ള മലപ്പുറം പറഞ്ഞു വിട്ടാ. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50-50 സെറ്റാണോ? മുത്തശ്ശി സമ്മതിക്കത്തില്ലെന്നേ. എന്റെ പൊന്നടാ, മുത്തശ്ശിക്ക് എന്തിനാണ് ഇപ്പൊ ഈ സ്വർണം ഈ സമ്പാദ്യം? നമുക്കെടുത്ത 50-50 ആക്കാന്ന്. ഞാനൊന്നും പറയട്ടെ, എല്ലാ സ്വത്തുവകളും സൂക്ഷിച്ചിരിക്കുന്ന നിലവറയില്ല. പക്ഷെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ലെന്നേ. ആ നിലവറ എനിക്കൊന്ന് കാണിച്ചു തന്നാ പോരെ, ഞാൻ കയറി എടുക്കത്തില്ലേ? ഇങ്ങനെ കേറാൻ പറ്റത്തില്ല. അതെന്താ? ആ നിലവറയിലാണ് മുത്തശ്ശി തൂങ്ങി മരിച്ചത്. എന്താണ്? ആ നിലവറയിലാ മുത്തശ്ശി തൂങ്ങി മരിച്ചത്. അങ്ങനെ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഇത്ര നേരം ഞാനത് സംസാരിച്ചിട്ടല്ലേ മുത്തശ്ശി പോയത്. എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. വെള്ളം എടുക്കാൻ പോയതല്ല. ഇതിനു മുൻപ് വന്ന കള്ളന്മാർ ചോര എടുത്തോണ്ട് വന്ന് കാണിക്കാൻ പോയതാണെന്ന്. അത് പ്രേതമാണെന്ന്. തനിക്കെന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പാ. ആ നിലവറയുടെ തൊട്ടപ്പുറത്തെ മുറിയിലാണ് ഞാൻ വിഷം കഴിച്ച് മരിച്ചത്. 10 ദിവസമായിട്ടുള്ളൂ. തൊട്ട് നോക്ക്, ചൂട് മാറിയിട്ടില്ല.